കേരളത്തിലേക്ക് വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടി വന്ന ഒരു പാർട്ടിയാണല്ലോ ബി ജെ പി. ഇപ്പോൾ ബി ജെ പിക്ക് എന്ത് പറ്റി? ഉറങ്ങുകയാണോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 6 മാസം മാത്രം ബാക്കി നിൽക്കെ പ്രധാനപ്പെട്ട മുന്നണിയായ LDF അവരുടെ അണിയറയിൽ നീക്കം വളരെ ശക്തമാണ്. അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായി കേരളത്തിലെ വോട്ടർമാർക്ക് മുഴുവൻ അറിയാം. ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ എങ്ങനെ ഏകീകരിച്ചുകൊണ്ട് തങ്ങളുടെ പെട്ടിയിലാക്കാം എന്നുള്ള തന്ത്രം അവർ ശബരിമലയിൽ നിന്ന് തുടങ്ങി. അതുപോലെ തന്നെ തിരിച്ചടിയുമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നു. പിണറായി വിജയൻ ഘടകകക്ഷികളോട് പറഞ്ഞിരിക്കുകയാണ്, 3ാം വട്ടവും നമ്മൾ അധികാരത്തിൽ വരും എന്ന്. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഗൗരവമായിട്ട് തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ അങ്ങനെ നിസ്സാരമായിട്ട് തമാശയ്ക്ക് പറയുമോ? ഘടകകക്ഷികളോട് എന്തുകൊണ്ട് പറയുന്നു? ഏതെങ്കിലും കാരണവശാൽ ഘടകകക്ഷികൾ ചുവടുമാറ്റത്തിന് തയ്യാറായാലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിന് അധികാരം എങ്ങോട്ടുണ്ടോ അങ്ങോട്ടേക്ക് ചാടിപ്പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് അവർക്ക് തന്നെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ബാക്കി ചില്ലറ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്, അവരെയും നിർത്തണം. അതിനുവേണ്ടി തന്നെയാണ്. ഘടകകക്ഷികളിൽ ചിലരുടെയൊക്കെ സീറ്റ് CPM വിഴുങ്ങും, അതുറപ്പാണ്. എന്നാൽ പോലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് കുറച്ചു കാലം കോവിഡ് കാലമായിരുന്നു, അത് ഒരിടത്തിരുത്തി നമ്മളെ കാര്യങ്ങൾ ആലോചിപ്പിക്കാനും അതിന്മേൽ ചിന്തിപ്പിക്കാനും തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അവസരത്തിൽ ഈ LDF ചെയ്തുകൊണ്ടിരുന്നത് 2021 തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവർ കൃത്യമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചു ഓരോ ഇടങ്ങളിലേക്കും. അതിന്റെ കറക്റ്റ് സമയമായപ്പോൾ സ്ഥാനാർത്ഥികൾ ആരാണ് എന്ന് കൃത്യമായി അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ BJP ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇവർ 2024 കണക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 9 ഇടങ്ങളിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം, 11 ഇടങ്ങളിൽ 2ാം സ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 20 ഇടങ്ങളിൽ 3ാം സ്ഥാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇത് 3 പാറ്റേണിലാണ് പോകുന്നത് എന്നുള്ള വിവരം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏകദേശ കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാനേ കഴിയുകയുള്ളൂ, അതിനപ്പുറം ഉണ്ടാകില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ വഞ്ചി തിരുനക്കര തന്നെ കിടക്കും. അതായത് 2021 മുതൽ എങ്ങനെയായിരുന്നോ നിയമസഭയിൽ നിങ്ങൾ സംപൂജ്യരായിരുന്നോ ആ സംപൂജ്യ പദവി തന്നെ തുടരും. 2016 നിങ്ങൾക്ക് കിട്ടിയ ഒരു വിജയം 2021 തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാതെ അത് എതിരാളികളുടെ മുമ്പിൽ കൊണ്ടുപോയി പണയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ BJP ഇനി ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നിയമസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അനൗദ്യോഗികമായിട്ടെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി ആ സ്ഥാനാർത്ഥികളെ ആ മണ്ഡലത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളെ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ആ പഞ്ചായത്ത് തലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലുള്ള പഞ്ചായത്ത്, കോർപ്പറേഷനായാലും മുനിസിപ്പാലിറ്റി, ഇവിടങ്ങളിലൊക്കെ പ്രവർത്തനം സജ്ജമാക്കാൻ കഴിയും. അപ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെതായ രീതിയിൽ പ്രകടന പത്രിക ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ കഴിയും. ഈ 6 മാസം കൊണ്ട് കേരളത്തിൽ ഒരു വലിയ നീക്കം നടത്താവുന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം എന്തുകൊണ്ടുണ്ടായി? സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ മുമ്പ് തന്നെ സുരേഷ് ഗോപി തന്നെ സ്വയം പ്രഖ്യാപനം നടത്തി. അതിനോടൊപ്പം തന്നെ അമിത്ഷായും നരേന്ദ്രമോദിയും അത് പ്രഖ്യാപിക്കുകയും പലവട്ടം തൃശ്ശൂരിൽ വരികയും ചെയ്തു. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശ്രദ്ധ തന്നെ കൂടുതലും തൃശ്ശൂരിലേക്കായിരുന്നു. അതുകൊണ്ട്
പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായത്. 76,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അത് ചില്ലറയല്ലല്ലോ. ഏറ്റവും ആദ്യം BJPക്ക് പാർലമെന്റിൽ എത്തിക്കേണ്ടത് തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ തിരുവനന്തപുരത്തായിരുന്നു. ശശി തരൂരിന്റെ ഭൂരിപക്ഷം 15,000-ലേക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചില്ലേ? അത് തന്നെ വലിയൊരു വിജയമല്ലേ? പക്ഷെ അത് വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് BJPക്ക് ഇതുവരെ കഴിയാതെ പോയി എന്നുള്ളതാണ്. പണ്ട് കാലങ്ങൾ മുതൽ നമുക്കറിയാം BJPക്ക് ഈ വോട്ട് കച്ചവടം എന്നുള്ള ഒരു പേരുദോഷം നിലവിലുണ്ടായിരുന്നു. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറ്റി കേരളം പിടിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നതാണ്. ഒരു കാര്യം ഓർക്കണം, ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്ത് അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ള പിന്നീട് ഗവർണറായി പോയി ഇപ്പോൾ ഗോവ ഗവർണർ പദവിയിൽ നിന്നും മാറി നിൽക്കുന്ന ശ്രീധരൻപിള്ള അന്ന് പറഞ്ഞ ഒരു കാര്യം ഓർക്കണം, നമുക്ക് കിട്ടിയ ഒരു സുവർണാവസരമാണ്, ഇത് മുതലെടുക്കണം. ശരിക്കും ഇപ്പോഴും സുവർണ അവസരം നിൽക്കുകയാണ്. ഏത് അന്നത്തെ ആ സംഭവങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ശബരിമല യുവതീ പ്രവേശ വിഷയമാണെങ്കിൽ ഇന്ന് ശബരിമലയെ കൊള്ളയടിക്കുന്നു. ആര്? യുവതികളെ എത്തിച്ചവർ തന്നെയാണ് ശബരിമലയെ കൊള്ളയടിക്കുന്നത്. ഈ തരത്തിൽ രംഗത്തിറങ്ങാൻ കഴിയണം. എന്തുകൊണ്ട് BJPക്ക് അത് കഴിയുന്നില്ല? അതുകൊണ്ടൊക്കെയാണ് ചിലർ പറയുന്നത്, നിങ്ങൾ ഹിന്ദുക്കൾ വെറും പൊട്ടന്മാരാണ്, പൊട്ടന്മാരായ ഹിന്ദുക്കളെ സംഘടിക്കുവിൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ആരാധനാലയങ്ങൾ ഈ സഖാക്കന്മാർ എന്ന് പറയുന്നവർ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ പറയാറുണ്ട്, ചരിത്രത്തിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടം, ആ പടയോട്ടത്തിൽ ഭയന്നാണ് രാജകുടുംബം, തിരുവിതാംകൂർ രാജകുടുംബം ഈ സ്വത്തുക്കൾ മുഴുവൻ കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിരുന്നെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ മുഴുവൻ കണ്ണൂരിൽ നിന്ന് വരുന്ന സഖാക്കന്മാരുടെ പടയോട്ടത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കേണ്ടിയിരിക്കുന്നില്ലേ എന്ന് സംശയം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെതിരെ എന്തുകൊണ്ട് BJP ശക്തമായി ചലിക്കുന്നില്ല? രാജീവ് ചന്ദ്രശേഖരനെ എന്തിനു വേണ്ടിയാണ് കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത്? കേരളത്തിൽ ഒരു BJPക്ക് ഒരു അടിത്തറയുണ്ട്, ആ അടിത്തറയിൽ നിന്നുകൊണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് പറയുന്നുണ്ട് ഈ വോട്ട് വിഹിത വർധനവല്ല, സീറ്റുകൾ നേടിയെടുക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എവിടെ അതിനുള്ള ഒരുക്കങ്ങൾ? ഈ 20 പ്രധാനപ്പെട്ടിട്ടുള്ള A ക്ലാസ് B ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക. ആദ്യം പ്രധാനമായിട്ടുള്ളതുണ്ടല്ലോ തിരുവനന്തപുരത്ത് തന്നെ, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയില്, അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ഉത്തരവാദിത്വവും സുരേഷ് ഗോപിയിലേക്ക് ഏൽപ്പിക്കണം. സുരേഷ് ഗോപിയോടെ പ്രധാനമായിട്ടുള്ള നായകത്വം തന്നെ വഹിക്കണം. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും BJP തന്നെയാണ് കുതിച്ചുകയറ്റം ഉണ്ടാക്കിയത്. ആ കുതിച്ചുകയറ്റം നിയമസഭയിലേക്ക് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രൻ വലിയൊരു നീക്കമാണ് നടത്തിയത്. 2,99,000 വോട്ട് നേടിയെടുത്ത് എല്ലാവരെയും ഞെട്ടിച്ചതാണ്. അതിനു മുമ്പ് ആറ്റിങ്ങൽ ഉണ്ടായ ഒരു മുന്നേറ്റം ശോഭാ സുരേന്ദ്രനെ ഒരിക്കലും ഈ ഒരിടത്ത് അടുപ്പിച്ച് ഒരിടത്ത് നിർത്തത്തില്ലല്ലോ. BJPക്ക് വേണ്ടതായ ഒരു ഇടം ഉണ്ടാക്കിക്കൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണാക്കി ഇട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ അവിടുന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടെന്താ, രക്ഷപ്പെടാൻ കഴിയാതെ പോകുന്നു പാർട്ടിക്ക്. പക്ഷേ നിയമസഭയിൽ ഇക്കുറിയില്ലെങ്കിൽ 2026 നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ കാലത്തും വട്ടപൂജ്യമായി തുടരേണ്ട സ്ഥിതിയിലാണ് വരുന്നത്. മലയാളക്കരയുടെ ഏറ്റവും വലിയ ഒരു ഔന്നത്യമായിട്ടുള്ള ശബരിമലയിൽ കയറി പകൽക്കൊള്ള നടത്തുന്നവർക്ക് എതിരെ ശബ്ദിക്കാൻ കഴിയാതെ പോകുന്ന ഒരു പാർട്ടിയായി BJP മാറുന്നുണ്ടെങ്കിൽ കേരളത്തിൽ BJP ഗുണം പിടിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്, മുതിർന്ന സ്ഥാനാർത്ഥികളുണ്ട്, അവരെ ഇറക്കുക. ഈ വിഷയത്തിൽ തെരുവിലിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിയമസഭയിൽ വേണ്ട, ശരി, തെരുവിലിറങ്ങിക്കൊണ്ട് ഇനി ഇത് മുതലാക്കിക്കൊണ്ട് ആര് പോകും? കോൺഗ്രസുകാർ പോകും. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയത്തിൽ ആരാണ് കോൺഗ്രസ് അല്ലേ കൊണ്ടുപോയത്? ഗ്യാലറിയിലിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്നവർ മാത്രമായിരുന്നു കോൺഗ്രസുകാർ. അവരിറങ്ങി വന്ന് ട്രോഫി വാങ്ങിച്ചുകൊണ്ട് പോയി. അതാണ് നമ്മൾ 19 കണ്ടത്. അതേ സമാന അവസ്ഥ തന്നെ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിഷയം അവർ കളി കണ്ടുകൊണ്ടിരിക്കും. അവരിപ്പോ ചെയ്യുന്ന എന്താണ്? നിയമസഭ ഓടുന്ന സമയത്ത് കുറച്ച് ഒച്ചയും ബഹളവും ഉണ്ടാക്കും. അവിടെ ആ ശീതീകരിച്ച മുറിയിൽ ഈ ഫ്ലെക്സും ബാനറും ഒക്കെ ഉയർത്തി നിൽക്കും. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടിയും തട്ടി പോവുകയും ചെയ്യും. നമുക്കറിയാം, കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും ഇവരുടെ സമരം സഭയ്ക്കകത്ത് മാത്രമായിരുന്നു, പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് BJP ഇനിയെങ്കിലും ഉണരുക, എങ്കിലേ കേരളം പിടിക്കാൻ പറ്റുകയുള്ളൂ.